അനധികൃത കയ്യേറ്റത്തിന്റെ പേരിൽ ഡൽഹിയിൽ വീണ്ടും കുടിയൊഴിപ്പിക്കൽ. 300-ലധികം കുടുംബങ്ങളെയാണ് ഒഖ്രയിലെ ആലിഗാവിൽ നിന്ന് കുടിയൊഴിപ്പിച്ചത്. കോടതി നിർദ്ദേശത്തിനു പിന്നാലെയാണ് ഈ നടപടി. അച്യുതൻ ചേരുന്നുണ്ട് ഒഖ്ലയിലെ ആലിഗാവിൽ നിന്ന്. അച്യുതൻ, ഈ കുടിയൊഴിപ്പിക്കൽ വീണ്ടും എന്ന് പറയുമ്പോൾ വല്ലാതെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. പ്രതിഷേധമുണ്ടോ? എപ്പോഴാണ് ഇത് തുടങ്ങിയത്? അവിടെ നിന്ന് ഏറ്റവും പുതുതായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? ഒരുപാട് പേരെ വല്ലാത്ത വിഷമസന്ധിയിലാക്കും ഇത്. ഹാഷ്മി സ്മിത, ഞാനിപ്പോൾ ഉള്ളത് ഈ ഒഖ്ലയിലെ ആലിഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. വലിയ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് കാണാം, എൻ്റെ ഈ പിന്നിലായി കാണുന്ന ഈ നിരയിലുള്ള ഈ കെട്ടിടങ്ങളിലാണ്, വീടുകളിലാണ് ഈ സീല് പതിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ പൊളിക്കൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതിന് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാ താഴോട്ട് പൂട്ടിയ ശേഷം അധികൃതർ സീല് വെച്ച് മടങ്ങിയതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നിരവധി വീടുകൾ, ഈ പ്രദേശത്തെ നിരവധി വീടുകളിൽ ഇങ്ങനെ സീല് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പൊളിക്കൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതിന് കാരണം ഗ്രാപ്പ് 4 ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പൊളിക്കൽ നടപടികൾ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ നടപടികളിലേക്ക് കടന്നിട്ടില്ല. മറിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടുകളിൽ താമസിച്ചിരുന്നവരാണ് ഇപ്പോൾ ഒരു കിടപ്പാടമില്ലാതെ ഈ ശൈത്യകാലത്ത് ഇങ്ങനെ പുറത്ത് കിടക്കേണ്ടി വരുന്ന വളരെ വലിയൊരു ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അവരുടെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ആർക്കൊരു അഭയം നൽകുമെന്നുള്ളതും അറിയില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അവർ ഈ അതിശൈത്യത്തിലും പുറത്ത് ഈ കിടക്കുകയാണ്. ഇവിടെ നല്ല പൊല്യൂഷൻ, വായു മലിനീകരണവും ഉള്ള ഒരു ഇടമാണ് ഡൽഹി. അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് ഇവരിങ്ങനെ പുറത്ത് കഴിയേണ്ടി വരുന്നത്. നിരവധി വീടുകളെന്ന് പറയാം. അതായത് ഇതൊരു അതിർത്തി മേഖല കൂടിയാണ്. അപ്പം ഉത്തർപ്രദേശ് ജലസേചന വകുപ്പിന്റെ ഭൂമി എന്ന് ആരോപിച്ചുകൊണ്ടാണ് അധികൃതർ ഈ നടപടി എടുത്തിരിക്കുന്നത്. അതായത് ജലസേചന വകുപ്പിന്റെ അധികൃതർ ഡൽഹി പോലീസും ഉത്തർപ്രദേശ് പോലീസും അർദ്ധസൈനിക വിഭവമായി എത്തിയാണ് ഇവിടെ ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയത്. എൻ്റെ 2 വശങ്ങളിലുമായി ഈ അവരുടെ വീട്ടു സാധനങ്ങളാണ് ഈ ഇവിടെ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. അവർ ഈ പലരും എൻ്റെ പുറകിലായി കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് പുറത്ത് കഴിയുന്നത്. ഏറെ വേദനിപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധരുണ്ട്. ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ വൃദ്ധരുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, ഈ രോഗാവസ്ഥ നേരിടുന്നവരുണ്ട്. അങ്ങനെ നിരവധി പേരാണ് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ പുറത്ത് കഴിയേണ്ടി വരുന്ന ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരവസ്ഥ. കോടതി ഉത്തരവുണ്ടായിരുന്നു ഈ അനധികൃതമായി കയ്യേറ്റം നടത്തിയിട്ടുള്ള ഉത്തർപ്രദേശ് ജലസേന വകുപ്പിന്റെ ഭൂമി അത് ഒഴിപ്പിക്കണമെന്നുള്ളത്. പക്ഷേ ഈ കുടുംബങ്ങൾ ആരോപിക്കുന്നത് ഒരു മുൻകൂർ നോട്ടീസ് പോലും നൽകാതെയാണ് പെട്ടെന്നൊരു ദിവസം വന്ന് ഇത്രയും പേര് ഈ കുടുംബങ്ങളെല്ലാം ഒഴിപ്പിച്ചത് എന്നതാണ് ഇവിടെ ഉള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. മറ്റൊന്ന്, സുപ്രീം കോടതി പോലും ഈ ഉത്തർപ്രദേശ് ഈ ബുൾഡോസ് രാജിനെതിരെ പറഞ്ഞത് മുൻകൂട്ടി നോട്ടീസ്, ഇത്തരം പൊളിക്കൽ നടപടി നടത്തുമ്പോൾ മുൻകൂട്ടി നോട്ടീസ് നൽകണം, ഒപ്പം തന്നെ അവർക്കൊരു സാവകാശം കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇവരുടെ പുനരധിവാസം എന്താണ് എന്നതിനെ പറ്റി ചോദ്യമാണ് ഉയരുന്നത്. അവർക്ക് ആര് വീട് നൽകും, അല്ലെങ്കിൽ ഇവരെവിടെ ഇനി അഭയം പ്രാപിക്കും എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തതയുമില്ല. ഏതാണ്ട് 300 കുടുംബങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വഴിയാധാരമായി കിടക്കുന്നൊരു അവസ്ഥയുള്ളത്. നിരവധി കുടുംബങ്ങൾ ഞാൻ നിൽക്കുന്ന ഈ നിരയിൽ മാത്രമല്ല, ഇതിൻ്റെ മറ്റു നിരകളിലേക്കും നിരവധി വീടുകളാണുള്ളത്. അവർക്കറിയില്ല ഇതെങ്ങോട്ട് പോകണം, ഇനി എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി വളരെ ആശങ്കയിലാണ് ഈ കുടുംബങ്ങളുള്ളത്. ഏറെ ദുസ്സഹമായിട്ടുള്ള ശൈത്യം ഉള്ള ഒരു സ്ഥലമാണ്. ദീദി, आपको क्या कारण के लिए इधर से हटा दिया? लेकर आए भैया, खाना लेकर आए हैं? नु पूजना है, हमारे मजाक उड़ाना है? नहीं, हम नहीं बोल रहे कुछ भी. सब അവർക്ക് വലിയ അവർക്ക് രോക്ഷമുണ്ട്. അവരെ ഒഴിപ്പിച്ചതിൽ, ഇവിടെ പറഞ്ഞു വിട്ടതിൽ ഒരു വലിയ രോക്ഷമാണുള്ളത്. दीदी, क्या कारण के लिए इधर से हटा दिया? थक गए बाबू, अब थक गए. 1 हफ्ता हो गया, बोलते भाई कुछ नहीं बनता, अब तो खाली सर में दर्द होता है, कुछ नहीं होता. रहे थे, दिल्ली की जमीन थी, ठीक है ना. अब लोगों को साथ में नाजायज करा गया. दिल्ली में कोई नोटिस सुनो, ये डिग्री दिखा रहे हैं सन 1975 की डिग्री हुई. जब से क्या तुम सो रहे थे सब लोग? तुम 4 में जमीन वहाँ खरीद ली, वहाँ पे ले ली, खरीद कर ली, बाउंड्री कर ली. बिना नोटिस पे आपको सब इधर से हटा दिया. नोटिस 4 साल पहले का नोटिस दिखा रहे हैं. और वो भी सुनो, सोसाइटी का नोटिस है. सोसाइटी का नोटिस है, वो हमारे लिए नहीं था. जब हम सरकार को दे रहे हैं, वोट दे रहे हैं विधानसभा की, MP की है, दिल्ली में रह रहे हैं, तो यूपी की उत्तर प्रदेश जमीन कहाँ से आ गई यहाँ पे? मोड़बंद की जमीन है, ये दावा कर रहे हैं. പറയുന്നതാണ് दिखा नहीं पा रहे. അതായത് ഡൽഹിയിലെ ഒരു പ്രദേശമാണ്. അവിടെ എങ്ങനെ ഈ ഉത്തർപ്രദേശ് അധികൃതർ വന്ന് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന ചോദ്യം. जो रेलवे लाइन जो है दिल्ली में है नहीं,
रेलवे लाइन दिल्ली में, उत्तर प्रदेश कहाँ आके घुस गई यहाँ पे? ये सब जानसाजी है हमारे ആ ഒരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഡൽഹി ഒക്കലായിലെ ആലിഗാവിൽ നിന്നാണ് കുടിയൊഴിപ്പിക്കൽ. 300-ലധികം കുടുംബങ്ങളെ അവിടെ കുടിയൊഴിപ്പിക്കുകയാണ്. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ കുടിയൊഴിപ്പിക്കൽ നടപടി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ ദീർഘനാളെ ജീവിക്കുന്ന മനുഷ്യരാണ്. അതെ, അപ്പോൾ അവരെ അവർക്ക് ഒന്ന് നേരത്തെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസൊന്നും സ്വാഭാവികമായി അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ കൊടും തണുപ്പത്ത് അവരെ ഇറക്കി വിടുന്നു, വല്ലാത്ത കഷ്ടത്തിലാണ്. അതിൽ ആ പ്രതിഷേധം സ്വാഭാവികമാണ്. ഒക്കലയിൽ നിന്നാണ് അർച്ചുദൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.